അപ്പൊ കടുവ കോളനി അങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും വരത്തില്ല? കടുവ വരില്ല, മറ്റേ പുള്ളിപ്പുലി വരും. പുള്ളിപ്പുലി വരും അല്ലേ? നേര സമയം. പിന്നെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ സഫാരിയുടെ വണ്ടി എത്തി. ഇനി നമ്മൾ നേരെ വണ്ടിയിൽ കയറി ഇനി സഫാരി തുടങ്ങിയായി. பரம்புக்குள்ள கடுவா சங்கம் பார்த்தீங்கன்னா 600 ஃபாரஸ்ட் ஏரியா நம்ம பேக்கேஜ் பார்த்தீங்கன்னா 58 கிலோமீட்டர் அப் அண்ட் டவுன். அதில் 5 பிளேசஸ் இருக்குது, 2 டேம், 2 வியூ பாயிண்ட், 470 வருஷம் பழமான இயற்கையான வேடிலே பெரிய தேக்கு மரம், தண்ணி மரத்தை சொல்லுவாங்க. அதுமாதிரி சாக்கி பை சான்ஸ் டைம் பார்த்தீங்கன்னா இப்போ ட்ரை சீசன் நம்ம ஜூவில் பார்க்குற மாதிரி கிடையாது, ஃபாரஸ்ட் ஏரியா. நம்ம ரிட்டன் பார்க்க முடியாது, ரிட்டன் வரும்போது பார்க்குற வாய்ப்பு இருக்குது. இருந்தாலும் நம்ம போய் வரவில்லை எந்த ஆனு பார்த்தாலும் அவங்க டிஸ்டர்ப் நம்ம சைடில் உட்காந்து தான் உங்களுக்கு எல்லாமே பார்க்கணும். மேக்ஸிமம் ட்ரை பண்ணுங்கள். പണി മനസ്സിലായി. ഓക്കെ, അതിന് ഡൗട്ടിനെ പറഞ്ഞു. ഓക്കെ, നമ്മൾ വേറെ മറ്റേ ഓടിക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഒട്ടേറെ ഓപ്ഷനുകളില്ലാത്ത ഒരു വിഭാഗമാണ് ജംഗിൾ സഫാരി. ഭൂപ്രകൃതിയും മറ്റു സാഹചര്യങ്ങളുമൊക്കെ അത്രയ്ക്കും അനുയോജ്യമായ ഒരിടത്ത് മാത്രമേ ജംഗിൾ സഫാരി നടത്താൻ കഴിയൂ എന്നതും ഒരു വെല്ലുവിളിയാണ്. എങ്കിലും മലയാളികളുടെ ജംഗിൾ സഫാരിയുടെ ഹോട്ട് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് പറമ്പിക്കുളം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ പറമ്പിക്കുളം തന്നെ പാലക്കാട് ജില്ലയിലുള്ള 285 ചതുരശ്ര കിലോമീറ്റർ സംരക്ഷിത വനപ്രദേശമാണ് പറമ്പിക്കുളം. പച്ചപ്പിന്റെ പറുദീസയായ ഇവിടം ഒരിക്കലും സഞ്ചാരികളെ നിരാശപ്പെടുത്തില്ല. അത്രയേറെ വന്യജീവികളുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് ഈ ഇടം. ഇവിടെ എത്തുന്നവരെ കാത്ത് വനംവകുപ്പിന്റെ ഉഗ്രൻ പാക്കേജുകളുമുണ്ട്. ജംഗിൾ സഫാരി, എ ഡേ ഇൻ പറമ്പിക്കുളം, എലിഫന്റ് സോങ് ട്രക്കിംഗ് ട്രെയിൽ, ബിയർ പാത്ത് ട്രക്കിംഗ് ട്രെയിൽ, പഗ് മാർക്ക് ട്രക്കിംഗ് ട്രെയിൽ, ബൈസിക്കിൾ റൈഡ് ഇൻ ദ വൈൽഡ് എന്നിങ്ങനെ ഒട്ടേറെ പ്രോഗ്രാമുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അക്കോമഡേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഹണി കോംബ്, ട്രീ ഹട്ട് തൂനക്കടവ്, വെട്ടിക്കുന്ന് ഐസ്ലാൻഡ്, പെരുവനി ഐസ്ലാൻഡ്, ടെൻഡഡ് റൂസ്റ്റ്, ടെൻഡഡ് നിഷെ എന്നിങ്ങനെ ഒട്ടനവധി അക്കോമഡേഷൻ പാക്കേജുകളും ഇവിടെ ലഭ്യമാണ്. പാക്കേജ് സംബന്ധമായ വിവരങ്ങൾ നമുക്ക് ഇവരുടെ തന്നെ വെബ്സൈറ്റായ www.parambikulam.org എന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 4000 പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന 4 കിലോമീറ്റർ ട്രക്കിംഗ് പാതയാണ് ബിയർ പാത്ത് ട്രെയിൽ. ഇത് വിശാലമായ തേക്ക് തോട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കരടിയുടെ കാലടയാളങ്ങൾ നമുക്കിവിടെ കണ്ടേക്കാം. ഇവിടെ ഒരു തുറന്ന പുൽമേട്ടിലേക്കാണ് നിങ്ങൾ എത്തുക. അവിടെ ഒരു കുളവും കാണാൻ കഴിയും. പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ച് ഒരു കടുവയുടെ അടയാളം നേരിട്ട് കാണുക എന്നതുപോലും ഒരു സ്വപ്നമാണ്. പെരുവാരിപ്പള്ളം എർത്ത് ഡാമിൽ നിന്നാണ് 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള അടുത്ത ട്രക്കിംഗ് ആരംഭിക്കുന്നത്. വഴിയിൽ 460 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് എന്ന് വിളിക്കപ്പെടുന്ന കന്നിമര തേക്കിനടുത്തെത്തും. തേക്ക് തോട്ടങ്ങളിലൂടെയുള്ള പാത തുണക്കടവിൽ എത്തും. തൂണക്കടവ് ഡാമിൻ്റെ വെള്ളക്കെട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഓരോരോ സൈഡിലും ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ മീൻ പിടിക്കാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേനലായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ ആകെ ഉണങ്ങി ഈ ഒരു രൂപത്തിൽ ഇപ്പോൾ ഈ ഒരു കാട് കാണുന്നത്. മൺസൂൺ ടൈമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഫുള്ള് ചെടികളും പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗവും ഒക്കെ അടിപൊളിയാണെന്നാണ് നമുക്ക് ഇവിടുന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് അടുത്ത സൈറ്റിംഗ് ആയിട്ട് ഇതേ ഒരു പുള്ളിമാനെയാണ് കേട്ടോ കണ്ടത്. ഒരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഒരു കൂട്ടം കാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് കുറച്ച് അതിൻ്റെ പുറകിലായിട്ട് വേറൊരെണ്ണം കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 2-3 എണ്ണമാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു ഇതിലുള്ളൂ. ബാക്കിയെല്ലാം ഒരു കൂട്ടം ഓടിപ്പോയി. ഇതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് കിട്ടിയിരുന്നു. മരയണ്ണാൻ, അതുപോലെ സിംഹാല, കുരങ്ങ്, ഒരുപാട് പക്ഷികൾ, പലതരം പക്ഷികൾ, ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ വീണ്ടും നമുക്ക് അടുത്ത സൈറ്റിങ് കിട്ടിയത് മരയണ്ണാനെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം മരയണ്ണാനെ കിട്ടിയത് നമുക്കത് ക്യാമറയിൽ പകർത്താനായില്ല.
അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മറിയണ്ണാൻ അതിപ്പോൾ ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് തൂണക്കടവ് ഡാം വളരെ വ്യക്തമായിട്ട് കാണാം കേട്ടോ. കാരണം മരങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കുറവാണ്, നിറച്ച് മുളകൾ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ വേനൽക്കാലമായതുകൊണ്ട് ആകെ ഇലയൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ വേനലിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഡാം നല്ല വിസിബിലിറ്റിയിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാം. ഈ ഡാമിൻ്റെ ഓരോ ഭാഗത്തും ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന സ്പോട്ടുകളുണ്ട്. നമ്മൾ അതും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഡാമിലോട്ട് ഇങ്ങനെ നോക്കി പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീ ടോപ്പ് ഹട്ട്. തൂണക്കടവ് ഡാമിലാണ് ഇത് വരുന്നത്. ഈ ഒരു അക്കോമഡേഷൻ പാക്കേജും ഡീറ്റെയിൽസും നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിലെ പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ തൂണക്കടവിലാണ് പറമ്പിക്കുളം നദിയുടെ കൈവഴിയായ തുണക്കടവ് നദിയിലാണ് തുണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം ആളിയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഈ ചെറിയ സംഭരണി റിസർവോയറാണ് ഇത്. തൊട്ടടുത്ത പെരുവാരിപ്പള്ളം അണക്കെട്ടുമായി ഒരു കനാൽ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈറ്റിങ് കിട്ടിയത് കാട്ടുപശുവിനായിരുന്നു കേട്ടോ. കാട്ടുപോത്ത് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കാട്ടുപശു, അതായത് ബൈസൺ എന്ന് പറയുന്നത് കാട്ടുപോത്തിലെ, അതായത് നമുക്ക് കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നത് ബൈസൺ. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫീമെയിൽ വരുന്നതാണ് കേട്ടോ കാട്ടുപശു. കാട്ടുപശുവിന് കാട്ടുപോത്തിനേക്കാൾ സൈസ് കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കാട്ടുപശുവാണ്. ഇത് നമുക്കൊരു പുതിയ അറിവായിരുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് കൗ അങ്ങനെയാണ് തോന്നുന്നത് ഇതിനെ പറയുക. കറക്റ്റ് അറിയണവർ കമൻറ്റ് ചെയ്യുക. ഇത് ഫീമെയിൽ വിഭാഗമാണ്. ബൈസൺ ഇതിനേക്കാളും സൈസ് ഉണ്ടായിരിക്കും.
അടുത്ത നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കന്നിമാരത്തേക്കാണ്. ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്കാണ് അത്, കന്നിമാരത്തേക്ക്. അപ്പോൾ അത് കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കന്നിമാരത്തേക്കാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്കുകളിലൊന്നായി വിലയിരുത്തുന്ന കന്നിമാരത്തേക്കിൻ്റെ ഇപ്പോഴത്തെ ഉയരം 41.83 മീറ്ററും ചുറ്റളവ് 7.24 മീറ്ററുമാണ്. മരത്തിൻ്റെ അടിവശത്ത് നിന്ന് 1.37 മീറ്റർ ഉയരത്തിലുള്ള ചുറ്റളവ്. 2017 കണക്ക് പ്രകാരം 39.98 മീറ്റർ ഉയരവും 7.15 മീറ്റർ ചുറ്റളവും ഉണ്ടായിരുന്നു. കന്നിമാരത്തേക്ക് എന്നത് പറമ്പിക്കുളത്തെ ആദിവാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. കാടർ, മലശർ, മുതുവാന്മാർ എന്നീ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന പറമ്പിക്കുളത്തെ കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വൃക്ഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുറിക്കാൻ ശ്രമിച്ചപ്പോൾ മരത്തിൽ നിന്ന് രക്തം ഒഴുകിയെന്നാണ് ആദിവാസികളുടെ വിശ്വാസം. 1994-95 വർഷം കേന്ദ്ര സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ച മരം സന്ദർശിക്കാനും പഠനം നടത്താനും ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള കന്നിമാരത്തേക്കിനോട് ബായ് പറഞ്ഞുകൊണ്ട് എല്ലാവരും വണ്ടിക്കുള്ളിലേക്ക് കയറി അടുത്ത വ്യൂ പോയിന്റിലേക്കായി ഞങ്ങൾ ഇതാ പോവുകയായി. बदलले पड़ा